they identify themselves as cat, dog, as tree. അപ്പോൾ ഒരാൾ വേറൊരു ആനിമലിനെ കല്യാണം കഴിച്ചാലും we will have to say yes. ഫസ്റ്റ് ഓഫ് ഓൾ ക്യാറ്റും ഡോഗും ഒക്കെ വേറെ സ്പീഷീസുകളാണ്. മനുഷ്യനായിട്ട് ജനിച്ച ഒരാൾക്ക് വേറൊരു സ്പീഷീസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ആണല്ലോ. അപ്പൊ നീ ഏത് സ്പീഷീസാ? ആൻഡ് ഇറ്റ്സ് എ കോമൺ സെൻസ്. സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ നീ പറഞ്ഞു വരുന്നു നീ സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല, നിനക്ക് കോമൺ സെൻസ് ഇല്ലെന്നാണോ? ഒന്നെങ്കിൽ പഠിക്കാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പഠിച്ചിട്ട് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം. രണ്ടാമത് പറഞ്ഞതായിരിക്കും ശരി. നീ ഏത് സ്കൂളിലാണ് പഠിച്ചതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് മെയിലും ഫീമെയിലും മാത്രമായിട്ടാണ്. അല്ലാതെ മനുഷ്യന് വേറെ ജെൻഡർ ഉണ്ടെന്നുള്ളത് ഞങ്ങൾ കേട്ടിട്ടില്ല. എടാ നീ എവിടാടാ പഠിച്ചിട്ടുള്ള LGBTQ കുറിച്ചൊക്കെ? നീ ഏത് ബയോളജി ക്ലാസ്സിലാണ് പോയി പഠിച്ചത്? ഡോഗായിട്ടും ക്യാറ്റായിട്ടും ഡെസ്ക് ആയിട്ടൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ? ഒരു എക്സാമ്പിൾ. എടാ ഈ LGBTQ എന്ന് പറഞ്ഞ് നടക്കുന്ന എല്ലാം അങ്ങനെ ഉള്ളതാ. പട്ടി, പൂച്ച, അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ. അതല്ല, അത് മനുഷ്യരല്ല. അതിന് മനുഷ്യര് കൂട്ടുന്നത് എങ്ങനെയാ? നിങ്ങൾ പറയുന്ന പോലെ പട്ടിയോ പൂച്ചയോ ഡെസ്ക് ആയിട്ട് ഒരാൾ ഐഡന്റിഫൈ ചെയ്താൽ നിങ്ങൾ എങ്ങനെയാണോ അയാളെ നോക്കിക്കാണുന്നത് അതേ അത്ഭുതത്തോടു കൂടി മാത്രമേ എനിക്കും അയാളെ നോക്കിക്കാണാൻ പറ്റത്തുള്ളൂ. ഞങ്ങളിപ്പോ നിന്റെ കൂട്ടുള്ളതിനെ അങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത്. നീയൊക്കെ ഏതാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഏത് സ്പീഷീസിൽ പെട്ടാ നീയൊക്കെ? ആണും പെണ്ണും അല്ല എന്തായാലും. ഒരാൾ പട്ടിയും പൂച്ചയായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതും സെക്സും ജെൻഡറും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. അതിന് LGBTIQ+ കമ്മ്യൂണിറ്റിയുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുള്ളതാണ്. ഞങ്ങൾ ആകെ പഠിച്ചിട്ടുള്ള 2 ജെൻഡറിനെ പറ്റിയാ, മെയിലും ഫീമെയിലുമാ. നീ എത്ര ജെൻഡർ പഠിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് LGBTQ എന്ന് പറഞ്ഞ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ടോ, +++ എന്ന് പറഞ്ഞു. ഇതൊക്കെ എന്തുവാ? ഇതൊക്കെ ഏതാ? കുറെ മട്ട് പിടിച്ച കുറെ എണ്ണം ഇതിനു വേണ്ടി ഇറങ്ങിയേക്കുവാ. നിനക്ക് തന്നെ അറിയാം ഇതിന്റെ ഫുള്ളായിട്ടുള്ള എന്തുവാന്ന്. കുറെ ++ എന്ന് പറഞ്ഞു കുറെ അപരാധങ്ങൾ പിടിച്ച് ഇറങ്ങിയേക്കോ ഇതിനു വേണ്ടി. നീ ജനിക്കുമ്പോ എന്തായാലും ഇങ്ങനെ ആയി വരുന്നില്ലല്ലോ. ഒന്നെങ്കിൽ നീ ഒരു ആണ് അല്ലെങ്കിൽ ഒരു പെണ്ണ്, അങ്ങനല്ലേ നിങ്ങൾ ജനിച്ചു വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നിന്റെയൊക്കെ ഇഷ്ടപ്രകാരമല്ല നീയൊക്കെ ഇങ്ങനെ മാറുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ജെൻഡറിനകത്ത് വരുന്നത്? ഒരാൾക്ക് മറ്റൊരാളോട് തോന്നുന്ന സ്നേഹം അത് ഭയങ്കര നാച്ചുറലായി ഉണ്ടാകുന്നതാണ്. അതൊട്ടും ആർട്ടിഫിഷ്യൽ അല്ല. അതൊക്കെ ശരിയാ. പക്ഷെ പണ്ട് തൊട്ടേ ഞങ്ങൾ അറിഞ്ഞു വന്നിട്ടുള്ളത് ആണും പെണ്ണും തമ്മിലുള്ള സ്നേഹം, അല്ലാതെ ആണും പെണ്ണും തമ്മിലുള്ള സ്നേഹമല്ല. അത് നിങ്ങൾ കണ്ടുവച്ചത്, അല്ലാതെ പണ്ട് തൊട്ട് ആരും കണ്ടുവച്ചതോ അല്ലെങ്കിൽ ഉണ്ടായതോ അല്ല. ഞങ്ങൾ കേട്ടിട്ടുള്ളത് ആദവനെ ഔവയെ കുറിച്ചും കൃഷ്ണനെ രാധയെ കുറിച്ചുമാണ്. അല്ലാതെ ആദവനെ ഔസേപ്പിനെ കുറിച്ചും കൃഷ്ണനെ രാധാകൃഷ്ണനെ കുറിച്ചും അല്ല. ഈ കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ അതൊരു ആണ് അല്ലെങ്കിൽ പെണ്ണ് അങ്ങനെ വന്നിട്ടുള്ളത്. നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ഡോക്ടർ പറയുന്നത് ഈ ഒരു കുട്ടി LGBTQ അങ്ങനെയുള്ള ഏത് ഇതിലുള്ളതാണ്? നീ കേട്ടിട്ടുണ്ടോ? ഒരാണ് അല്ലെങ്കിൽ ഒരു പെണ്ണ് അങ്ങനെ അറിയപ്പെടുന്നത്. അങ്ങനെ അതിന്റെ ഒരു ബയോളജിക്കലായിട്ടുള്ള ഇത്. അല്ലാതെ നീ പറയുന്ന കൊണ്ട് കുറെ മണ്ടത്തരമല്ല. നീ പഠിച്ചത് വേറെ എവിടെ കാട്ടിലെങ്ങാണ്ടാണ് പഠിച്ചതെന്ന് എനിക്ക് തോന്നുന്നു.